ഓക്കെ, താങ്ക് യു റിഫ. നല്ലൊരു നമ്മളൊരു യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോയിട്ട് ഒപ്പനയെ കണ്ട പോലെ ഒരു ഫീൽ അല്ലേ? ഒന്നും പറയാനില്ല, മച്ചി ചിപ്പി ശരിക്കും കറക്റ്റാണ്, ഒന്നും പറയാനില്ല. പിന്നെ മഹറൂഫിന്റെ ഒരു താങ്ക്സ് ഉണ്ട്, മഹറൂഫിന്റെ ഒരു പാട്ട് ചോദിച്ച് മാപ്പിളപ്പാട്ട് പാടിയത്. പിന്നെ വിനീഷ് ടി മഞ്ഞപ്പെട്ടി, വിനീഷിന്റെ കൂട്ടുകാരനാണ്. താങ്ക് യു വിനീഷ് അന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന്. കെ എസ് അൻവർ നമ്മുടെ വാർഡ് മെമ്പറാണ്. റിഫ മോൾ സൂപ്പർ. ഗോപാലകൃഷ്ണൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാസർ പി കെ പുല്ലങ്കോടിന്റെ നാടകക്കൂട്ടത്തിന്റെ ക്ഷണം സ്വീകരിച്ച്. നാസർക്ക വലിയ മെസ്സേജ് അയക്കില്ല, ഇതിൽ സീമോറൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണി കിട്ടും. ശബ്ദം കൊണ്ട് പ്രേക്ഷകരെ മനം കവർന്ന് ഞങ്ങളുടെ റിഫക്കുട്ടിക്ക് 1000 അഭിനന്ദനങ്ങൾ. വാവ്, സൂപ്പർ നന്ദ് സഫീർ തോരപ്പ, വെരി ഗുഡ്. അബൂബക്കർ വടക്കൻ. ഓക്കെ, കുറേ ആളുകൾ മെസ്സേജ് അയച്ചു. എല്ലാവർക്കും കലക്കി തവക്കൽ കുഞ്ഞിപ്പ. ഓക്കെ, നല്ല പാട്ടല്ലേ പാടിയതല്ലേ? ശരിക്കും ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മളൊരു ഒപ്പന കണ്ട ഒരു ഫീല്, നല്ലൊരു ഫീല് കിട്ടി. ഒപ്പനക്ക് പാട്ട് പാടാൻ പോയിട്ടുണ്ടോ ഇപ്പൊ? കുറെ പാടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നല്ല അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, റെഡി ആയിക്കോ. അപ്പോ കലക്കി സൂപ്പർ, നന്നായിട്ടൊന്ന് പൊട്ടിച്ചിരിക്കുക. നമുക്കൊന്ന് റിപ്പ കൊടുക്കുന്ന ടാസ്ക് ആണോ? സൗണ്ട് എഞ്ചിനീയർ നാണിക്കാക്കാക്ക് ബിഗ് സല്യൂട്ട്. അതാണ് പ്രശ്നം, നാണിക്കാക്കാക്ക് ബിഗ് സല്യൂട്ട് കൊടുത്തു പോകും ഇന്ന്. കാരണം നാണി ഇന്ന് കൂടെ ഇല്ല, അതാണ് വലിയ പ്രശ്നം. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇപ്പം മോൾ എനിക്ക് വേണ്ടി ഒരു 4 വരി വിപ്ലവഗാനം പാടൂ എന്ന്. നജ്മൽ വൈറ്റിലെ നമ്മുടെ നജ്മൽ വൈറ്റൊക്കെയാണ് നമുക്ക് റിഫമോളെ എത്തിച്ചു തന്നിട്ടുള്ളത്, നമുക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളത്. നജ്മൽ വൈറ്റിൻ്റെ അടുത്ത് നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് നാടകക്കൂട്ടത്തിന്. റിഫമോളുടെ ഈ പ്രോഗ്രാമിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു നജ്മൽ വൈറ്റിനോടൊക്കെ. ഓക്കെ, റിഫമോൾ എനിക്ക് വേണ്ടി ഒരു
വിപ്ലവഗാനം 4 വരി അതിനെ റിപ്പീറ്റ് ചെയ്ത് കാണും. നിന്നെ കൊണ്ട് പാടിച്ചിട്ടേ വിടുള്ളൂ നജ്മൽ വൈറ്റ്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ് പാടാൻ പോകുന്നത്? വിപ്ലവഗാനം എനിക്ക് പുഷ്പനെ അറിയാമോ അറിയാം എന്നാ അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കിട്ടുന്ന രീതിയിലൊക്കെ പാടിക്കൂടെ? എവിടെ സ്റ്റെക്കാണെന്ന് പറയാൻ പറ്റില്ല. പ്രശ്നമല്ല. എന്നാ ഞാൻ പുഷ്പനെ അറിയാമോ കുറച്ച് എൻ്റെ ലിറിക്സ് തപ്പിയിട്ട് പാടിത്തരാം. എന്തായാലും നജ്മൽക്കൊക്കെ ഞാൻ പാടി തന്നിട്ടേ പോണുള്ളൂ. ഇപ്പൊ എനിക്ക് വേറൊരു സോങ് പാടാം.
ഓക്കെ, ഇപ്പോൾ റിഫോമോൾ എത്രയിൽ പഠിക്കുന്നു പറഞ്ഞു? പ്ലസ് ടു അല്ലേ? പ്ലസ് ടു പഠിക്കുന്നു പറഞ്ഞു കുട്ടി. പ്ലസ് ടു സയൻസ് ആണ്. ഓക്കെ, എല്ലാം പഠിക്കാനുണ്ടാവില്ലേ? അപ്പം ഓൺലൈൻ ക്ലാസ് തുടങ്ങിയില്ലേ? വളരെ നല്ലൊരു സോങ്, നന്നായി പാടി. മജീദ് ടി പി താങ്ക്സ് ഒക്കെ നീ പറഞ്ഞോളൂ, ഞാൻ വായിച്ചു പോവാം. അഭിനന്ദനങ്ങൾ റിഫോമോൾ. പിന്നെ പട്ടുറുമാൽ കണ്ട അന്ന് മുതൽ മോളെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. മഹ്റൂഫ് മറ്റേ ശരിക്കും പട്ടുറുമാലിൽ മോളെ ഉപ്പച്ചി എടുത്ത് നിൽക്കുന്നൊരു ഫോട്ടോ അല്ലേ? മറ്റേ ഒരു പത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന പിറ്റേ ദിവസം ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ടൊരു ഫോട്ടോ ആണ് അതല്ലേ? എത്ര തേർഡ് പ്രൈസ് എത്ര കിട്ടി? തേർഡ് പ്രൈസ് അല്ലേ? മാപ്പിളപ്പാട്ട് പ്ലീസ് ജംബാർ മതിയോത്ത്. ഓക്കെ, തീർച്ചയായിട്ടും മാപ്പിളപ്പാട്ടുകളായിരിക്കും നമുക്ക് കൂടുതലുണ്ടാവും അല്ലേ? സൂപ്പർ, അതിമനോഹരമായി പാടി. ഷൗക്കത്ത് സാമ്പി, താങ്ക് യു. മുബാറക്ക് പാടാതല്ലേ? ഓക്കെ, അബൂബക്കർ വടക്കനാണ് അത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മൈ പോലെ വേറൊരു കോട്ടുണ്ടോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മൈ പോലെ വേറൊരു കോട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തടലാണ്, സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തടലാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി, ഉതിമതിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? ആയിരം പോറ്റുമ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി, ഉതിമതിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. ഓക്കെ, ഉമ്മനെ കുറിച്ച് നല്ല പാട്ടല്ലേ? നാസർ ചെറുമല സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിറാജുദ്ദീൻ സിറാജ് ഒരു ക്ലാപ്പ് തന്നിട്ടുണ്ട്. സിറാജ് ക നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് നാടകക്കൂട്ടത്തിൻ്റെ. റിഫോമോളെ നാടകക്കൂട്ടത്തിൻ്റെ ലൈവിലേക്ക് എത്തിക്കാൻ നാടകക്കൂട്ടത്തിനോട് സഹകരിച്ചവരോട് നാടകക്കൂട്ടത്തിന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നാസർ ക നമ്മുടെ അഡ്മിനാണ്, നാടകക്കൂട്ടത്തിൻ്റെ അഡ്മിനാണ് കേട്ടോ. പ്ലീസ് ഹിന്ദി സോങ് അബി ഓക്കെ. അപ്പം ആബിദ് അല്ലേ? ഹിന്ദി സോങ് ഉണ്ടോ? जिलमिल सितारों का आंगन होगा, रंजिम बरसता सावन होगा. जिलमिल सितारों का आंगन होगा, रंजिम बरसता सावन होगा.
ഓക്കെ. റിഫക്കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട്. നല്ല സൗണ്ടാണ് റിഫക്കുട്ടിയുടെ. ലൈവിൽ കേൾക്കാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. അടുത്തിരുന്ന് കേൾക്കാൻ അതിമനോഹരം, ഒന്നും പറയാനില്ല. ലൈവില് മൊബൈലിന്റെ ഒരു ഫിൽറ്റർ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഫേസ്ബുക്കിന്റെ വക വേറൊരു ഫിൽറ്ററിങ് ഉണ്ടാവും. എങ്ങനെ വരുന്നു എന്നുള്ള അറിയില്ല. ഓക്കെ. ആ മടിത്തട്ട് മറക്കരുത്. ഉമ്മാന്റെ മടിത്തട്ടായിരിക്കും അല്ലേ മജീദ് TP? അത് മറക്കുന്നവരാരെങ്കിലും ഉണ്ടാവും? ഷെരീഫ്ക്കയുടെ ജന്മം കൊണ്ട് നാം ഇരുകാലി എന്ന പാട്ടുണ്ടോ? അറിയോ? അതങ്ങനെ റിഫന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അവള് മൊബൈലിൽ ലിറിക്സ് നോക്കിയിട്ടല്ല പാടുന്നത് കേട്ടോ. നമ്മുടെ കുറെ ഗായകരൊക്കെ പാടുന്ന മൊബൈലിലെ ലിറിക്സ് ഒക്കെ നോക്കിയിട്ടാണ് പാടുന്നത്. എല്ലാം ബൈഹാർട്ടാണ് റിഫക്ക്. പാട്ടുകളൊന്നും എവിടെയും നോക്കേണ്ട ആവശ്യമില്ല. അവളെ മനസ്സ് നിർത്തിട്ടാണ് എല്ലാം പാടുന്നത്. ലിറിക്സ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ മൊബൈലിൽ വേറെ പ്ലേ ആവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് റിഫക്ക് അറിയുന്ന പാട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിഫ പാടും അല്ലേ? സൂപ്പർ മോളെ സിറാജുദ്ദീൻ. നാസർക്കൽ ഫ്ലവറൊക്കെ തന്നിട്ടുണ്ട്. ജമാലുദ്ദീൻ ലൈവിൽ കിട്ടു എന്നാണ് നാസർക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു അല്ലേ? താങ്ക് യു നാസർക്ക. അത് സൗണ്ടിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല, എന്തായിരിക്കും? അസർമുല്ല മണം വീശും കാറ്റേ അറിയാം. അതങ്ങ് പഠിക്കും. അതിലുണ്ടാവും, കറക്റ്റ് ഉണ്ടാവും. റെഡി ആയി കഴിഞ്ഞാൽ അപ്പോഴേക്ക് നമ്മുടെ നാടകക്കൂട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ കുറേ പ്രേക്ഷകരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നാടകക്കൂട്ടം. നമ്മുടെ ഈ മേഖല മലപ്പുറം ജില്ലയിലെ കാളികാവ്, ചോക്കാട്, പൂക്കോട്ടുംപാടം, പുല്ലങ്കോട്, അതുപോലെ ഈ മേഖലകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നാടക കലാകാരന്മാരുടെ, നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലുമുള്ള കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പം അത് റഷീദൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഈ ഗ്രൂപ്പ്. അപ്പം ഇങ്ങനത്തെ ഓരോ പരിപാടികൾ നാടകക്കൂട്ടത്തിന്റെ പരിപാടികളായിട്ട് വരാറുണ്ട്. ഇന്ന് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്, റിഫ മോളെ. അപ്പം അതിന് നമുക്ക് ഒരുപാട് കടപ്പാട്. റഷീദൊക്കെ, പിന്നെ അതേപോലെ അൻവർ, മുജീബ്, ചോക്കാടുള്ള അവരോടൊക്കെയുള്ള കടപ്പാട്, നന്ദിയും നാടകക്കൂട്ടം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് റെഡിയാണോ റിപ്പോർട്ടി? ഓക്കെ, നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. മുഖപൊത്തി സൂലേഖപ്പൂവി പണ്ട്
കാട്ടി വന്ന് മിസിറിന്റെ കഥ പറഞ്ഞാട്ടി മുഖപൊത്തി സൂര്യകപ്പുത്തി പണ്ട് മുഖവത്തലല്ലേ ചിരി തൂകി ഓക്കെ, നല്ല പാട്ട് പാടി. ഓക്കെ, നന്നായിട്ട് പാടി. പ്രശാന്ത് പ്രഭാകർ, മക്കത്ത് പുത്തരു ഇന്ദമരത്തിൻ്റെ മൊയിൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സാമ്പിക്കല്ലെ മൊയിൻക്കാണ്. ഓക്കെ, നമ്മൾ പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന പാട്ട് പാടാമോ റഷീദ്? ഓക്കെ, വരെ ഋഷിക്കന്മാർ ഒന്ന് പാടൂ. സഖി ഒരു കുലമന്തിരി, ഒരുപാട് പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ നാരായണൻ പിള്ളങ്കോട് ഹായ്, ആശംസകൾ നാരായണേട്ടാ, താങ്ക് യു. പാട്ടും അവതരണവും സൗണ്ടും ഒന്നും കുഴപ്പമില്ല, തുടരും. ഓക്കെ, മജീദാണ് പറഞ്ഞത്, മജീദ് ജി പിയാണ് പറഞ്ഞിട്ടുള്ളത്, താങ്ക് യു. മക്കത്ത് പുത്തൊരു മഹറൂഫ് പട്ടേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഹറൂഫ് പട്ടേൽ. ഹംസ സി കെ ഡി ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർക്കും ആശംസകൾ. നാരായണൻ പിള്ളങ്കോട്, താങ്ക് യു. പൊളിച്ചു റിഫമോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാസ്. മക്കത്ത് പുത്തൊരു നാസർ ചെറുമല. ഓക്കെ, കുറേ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെങ്കിലും വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്കതിൻ്റെ ഇടയിൽ ഇതിൽ ഓട്ടോമാറ്റിക് സ്ക്രോളപ്പ് ചെയ്യുന്ന പരിപാടി കട്ടായി പോയിട്ടുണ്ട്. ഞാനത് മെസ്സേജ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ അത് ഓട്ടോമാറ്റിക് മുകളിലോട്ട് സ്ക്രോളപ്പ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പം കുട്ടി അതിന് പാടുന്ന ഓക്കെ ഓക്കെ കരയൊക്കെ ഉണ്ടാകും. ഫോൾഡർ മാറിയിട്ടൊന്നും സ്റ്റാർട്ടിങ് വരായിരിക്കുമോ? മേരെ റിഷ്തി കമലിന്റെ ഒരു 4 വരി പാടാം. അപ്പോഴേക്കും നമുക്ക് ഇതിന്റെ ട്രാക്ക് मेरे रश के कमल तूने पगली
जब नजर से मिलाई मजा आ गया मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया जब नजर से मिलाई मजा आ गया मेरे रश के कमर മക്കത്ത് കൂത്തിരി പാടാം ഒരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും ഭൂരിയിലെ പൊൻകിളിയായില്ല സത്യ മുഹമ്മദ് ഉദിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും ഭൂരിയിലെ പൊൻകിളിയായില്ല വീരവാദ ശുഹദാക്കളെ കൈയിലെ വാൾമുനയായില്ല ശൂരിതരായൊരു വലിയാർ തങ്ങളെ നേരവും കിട്ടിയില്ല നശിച്ചു പോയി ഞാൻ നരകമുരാകിനി
ഓക്കെ. മുക്കത്ത് പുത്തരവും ഞാൻ പറഞ്ഞ് പാട്ട് പാടിയത് നന്ദി മോളെ. നിങ്ങളെ നന്ദി സ്വീകരിച്ചിരിക്കുന്നു. മജീദിന്റെ ഇപ്പോൾ ഒരു സംഗീത ഉത്സവം തന്നെ നമുക്കായി ഒരുക്കിയ റിഫ മോൾക്ക് 1000 ആശംസകൾ. കടക്കണ്ണിൻ മുന കൊണ്ട് പാട്ട് പാടാനുണ്ടാ അറിയാമെന്ന് ചോദിക്കുന്നത് ഞാൻ എന്താ അതിൻ്റെ കരമൊക്കെ അങ്ങനെ മനസ്സിലൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. ഉണ്ട് സഖി ഒരു കുലമന്തിരി ഉണ്ണിഷ്ണ. മക്കത്ത് മുതൽ സൂപ്പർ കിടും നാസർ ശ്രാമ്പിക്കൽ. ഹസൈനാർ പി കെ ഡി. എന്താ മോളുടെ പേരെന്നോ? ഇത് നാടകക്കൂട്ടത്തിൽ നമ്മൾ പിന്നീട് വന്ന് കാണുന്നവരായിരിക്കും. ഓക്കെ. റിഫ എന്ന റിഫ മോളാണ് നമ്മുടെ പട്രുമാൽ ഫെയിമാണ്. പട്രുമാലിൽ പാടിയിട്ട് 3rd പ്രൈസ് എടുത്ത റിഫ മോളാണ്. നമ്മുടെ നാട്ടുകാരിയാണ്. ചോക്കാട് പന്നിക്കോട്ടുണ്ടാണ് റിഫ മോളുടെ വീട്. ഓക്കെ, സൂപ്പർ അടിപൊളി റിഫ മോൾ ഉണ്ണിക്കുട്ടൻ. റിഫ മോൾ പട്രുമാൽ ചോക്കാട് അരയ്ക്കാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. സോലിഷ സോലി താങ്ക് യു. ഉണ്ട് സഖി. ഓക്കെ, ഉണ്ട് സഖി പ്രശാന്ത് വിടുന്നില്ല. എന്തായാലും പഠിച്ചിട്ടേ വിടുള്ളൂ തോന്നുന്നുണ്ട്. ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ട് ഉണ്ട് സഖി 4 വരി പാടുന്നതാണ്. ഷിജു നിലമ്പൂർ മോളെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിജു നാടകക്കൂട്ടത്തിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ദുബായിലാണ് ഷിജു ഉള്ളത്. ഓക്കെ ഷിജു. അങ്ങാര് എന്നറിയില്ലേ നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലടയില്ല യാചകനായെന്നോ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ണിക്കുട്ടാ സമാധാനമായോ? അവതാരകൻ ഒന്നും കൂടി ഉഷാറാവാനുണ്ട്. പരിഗണിക്കുക. അവതാരകൻ എന്നൊക്കെ പറയുന്നത് നാടകക്കൂട്ടത്തിന്റെ ടീം ആട്ടി പിടിച്ചുണ്ടാക്കിയതാണ്. അല്ലാണ്ട് അവതാരകനൊന്നുമല്ല. അങ്ങനെയൊന്നും ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ. ഓക്കെ. എവിടെയാ പരിപാടി? ഷമീർ ബാബു. നമ്മുടെ നാടിൻ്റെ അഭിമാനം ഷിജു നിലമ്പൂർ. ഓക്കെ, അഭിനന്ദനങ്ങൾ മോളെ സൂപ്പർ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. നജ്മൽ വൈറ്റിന്റെ പാട്ട് റെഡി ആണോ? ഓക്കെ, അത് പാടിക്കുന്നാല്. ഓക്കെ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. മയ്യഴിയാറ്റിനും അറിയാം, കനകമലർ കാറ്റിനും അറിയാം. മയ്യഴിയാറ്റിനും അറിയാം, കനകമലർ കാറ്റിനും അറിയാം. തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനി നീർപ്പൂവ്. അവനീ നാടിൻ തേങ്ങലാണേങ്ങലാണുയിരാണുഷിരാണ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. ഓക്കെ, താങ്ക് യു റിഫ മോളെ. പിന്നെ ഇത് നജ്മൽ വൈറ്റ് നമ്മുടെ റിഫ മോളെ ഒക്കെ ഇതിലേക്ക് നമുക്ക് കൊണ്ടുവന്ന ആളാണ് നജ്മൽ വൈറ്റ്. നജ്മൽ വൈറ്റ് ആവശ്യപ്പെട്ടിട്ട് പാടിയതാണ്. നാടകക്കൂട്ടത്തിന് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്.
നാടകക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിഷ്പക്ഷമാണ്, ഒരു പക്ഷത്തോടും ഒരു കൂറും ഇല്ലാത്തതാണ് നാടകക്കൂട്ടം. ഒരുപാട് അംഗങ്ങളുണ്ട് നാടകക്കൂട്ടത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ. ഞങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. പക്ഷേ നാടകക്കൂട്ടത്തിന് ഒരു രാഷ്ട്രീയവുമില്ല. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ താങ്ക് യു റിഫ, മോൾ പൊളിച്ചു, സൂപ്പർ ഉഷാർ, നല്ല ശബ്ദം മോൾക്ക്. നാസർ പി കെ, അസൈനർ എന്നുള്ളത് പി കെ അറിയില്ലാണോ? നല്ല ശബ്ദമാണ് മോൾക്ക് എന്ന് പറയുന്നത്. ഒരു കത്തുപാട്ട് പാടും. മാറൂഫാണ് ചോദിച്ചിട്ടുള്ളത്. മുജീബ് റഹ്മാൻ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. പുഷ്പനെ അറിയാമോ? തമ്പി ഇട്ടിട്ടുണ്ട്. അബ്ദുൽ നാസർ ആരാ? അവതാരകൻ എന്താണ് കുഴപ്പം? സൂപ്പർ എന്ന് പറഞ്ഞു നാസർ. നാസർക്ക് അത് ഒരു അവതാരകൻ എന്ന് ഉദ്ദേശിക്കുമ്പോഴേ ചില ചാനലിലൊക്കെ കാണുന്നൊരു ക്വാളിറ്റി പ്രതീക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നില്ല. ഓക്കെ. വോയിസ് കിടു ഒന്നും പറയാനില്ല. ഷിജു നിലമ്പൂർ. പുഷ്പനെ കുറിച്ച് പാടിയ റിഫുമോൾക്ക് അഭിവാദ്യങ്ങൾ. ഓക്കെ ഋഷിത്. നാസർ ബിക്ക് പുല്ലങ്കോട് ഒരു ക്ലാപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ മെസ്സേജുകൾ അത് പെട്ടെന്ന് വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. റിഫുമോൾക്ക് പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും റിഫുമോൾ പാടും, അത് വായിക്കുകയും ചെയ്യും. പിന്നെ എല്ലാത്തിനും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് റിഫുമോൾ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല എൻ്റെ ശബ്ദത്തിൻ്റെ ഇടയിൽ. ഓക്കെ. ഒരു നാടകഗാനം പാടാമോ? നാടകഗാനം ഏതെങ്കിലും സിനിമയിലൊക്കെയുള്ള നാടകഗാനം ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പാടിയാൽ മതി. ശരിക്കും ഞങ്ങളുടെ അത് നാടകഗാനമല്ലല്ലോ അല്ലേ? ആണല്ലേ? എനിക്കറിയാം. ഓക്കെ, അത് പഠിക്കുന്നതാണ്. ഓക്കെ. അപ്പം ഇതിൽ അർഹിക്കാത്തതിന് മറുപടി കൊടുക്കരുത് നാസർ. അതല്ല, നമ്മളെല്ലാത്തിനും മറുപടി കൊടുക്കുക എന്നുള്ളതാണല്ലോ നാസർക്ക് അതിൻ്റെ ഒരു ഇത്. ഒരു നാടകം ഒരു ക്ലാപ്പ് തന്നുണ്ട് രാജേഷ് KM. ഓക്കെ. അപ്പം അതിരിക്കും പാടല്ലേ? ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, മലർമഞ്ച് തോളിലേറ്റി പോരുകില്ലേ, ഓ മധുരിക്കും ഓർമ്മകളെ, മലർമഞ്ച് കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവെട്ടിൽ, മധുരിക്കും ഓർമ്മകളെ, മലർമഞ്ച് കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവെട്ടിൽ. ഓക്കെ, നന്നായിട്ട് പാടി. മാഞ്ചുവട്ടിലേക്ക് കൊണ്ടുപോയില്ലേ? ഓക്കെ. റിഫുമോളിന് എത്ര പാട്ടുകളുണ്ട് റെഡി ആയിട്ടുള്ളത്? നമുക്ക് ഒന്നോ രണ്ടോ പാട്ടുകൾ പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഏകദേശം ടൈം ആയിട്ടുണ്ട്. പിന്നെ അത് സൗണ്ടൊക്കെ പ്രശ്നമായിരിക്കുമല്ലോ, തൊണ്ടയൊക്കെ പ്രശ്നമായിരിക്കുമല്ലോ അന്നിങ്ങനെ നിരന്തരം പാടുന്നത്. പിന്നെ അതിൽ വേറൊരു കാര്യങ്ങളുണ്ട്. ഞാൻ മിക്കവാറും ലൈവിലൊക്കെ ഞാനിട്ട് അലക്കാറാണ്. ഇന്ന് തീരെ മൈക്ക് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ മറ്റു പാട്ടുകാരൊക്കെ ഓട്ടോമാറ്റിക് എന്നോട് പറയും, കുറേ പറയണം, നിങ്ങൾ ഗ്യാപ്പ് വേണമെന്നൊക്കെ പറയും. ഇന്ന് റിഫുമോള് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പാടിയേക്കാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി നമുക്ക് അധികം ടൈം എടുക്കാണ്ട് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഒരു 2 പാട്ട് കൂടെ പാടാം അല്ലേ? പ്രശ്നമല്ലോ. ഇപ്പം ഇനി എന്തെങ്കിലും ഹൈലൈറ്റ് പാട്ടുകൾ ഏതെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിഫുമോളുടെ ഒരു ഇതുണ്ടാവുമല്ലോ. ഏതാ ഫിലിം സോങ് ആണ് ലാസ്റ്റ് വേണം അങ്ങനെ പാടിക്കും. എത്തീമിനത്താണല്ലേ?
പാടല്ലേ? ട്രാക്ക് ഉണ്ടതോ? ഡ്രൈ ആയിട്ട് പാടാം. ഓക്കെ, വോക്കലായിട്ട് പാടാണ് എത്തിമിന്നത്താണി പാടാം. എത്തിമിന്നത്താഴികൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തകിങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. എത്തിമിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. ഓക്കെ, നമ്മൾ ഈ പരിപാടി നാടകക്കൂട്ടത്തിന് കുറേ ആളുകളോട് കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനത്തെ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അത് പറയാതെ പോകുന്നത് അനുചിതമാവും, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നാടകക്കൂട്ടത്തിൻ്റെ അഡ്മിൻസ്, അതായത് ചന്ദ്രശേഖരൻ മാഷ്, നാരായണൻ പുല്ലങ്കോട്, നാസർ ക, അതേപോലെ മഹജൂബ് ക, റഷീദ്, ഇങ്ങനെ നാടകക്കൂട്ടത്തിൻ്റെ അഡ്മിൻസിനോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ നാടകക്കൂട്ടത്തിൻ്റെ ഒരുപാട് ഗ്രൂപ്പ് അംഗങ്ങൾ, എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളോടും പ്രത്യേകം നാടകക്കൂട്ടം ഈ പരിപാടിയിൽ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ നാടകക്കൂട്ടത്തിന് ഫേസ്ബുക്കിലും ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ നാടകക്കൂട്ടത്തിൻ്റെ ഈ പരിപാടിക്ക് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് റിഫമോളെ കിട്ടിയത് മുജീബ്, KT മുജീബിൻ്റെയും അതേപോലെ അൻവറിൻ്റെയും ഒക്കെ ശ്രമഫലമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റിഫമോളെ പരിചയമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെയുള്ള പ്രത്യേക നന്ദി. അതേപോലെ നെജ്മൽ വൈറ്റ്, അവരോടൊക്കെയുള്ള നന്ദി. അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തത് റഷീദൊക്കെ നാടകക്കൂട്ടത്തിൻ്റെ അഡ്മിൻ. അപ്പോൾ അവർക്കൊക്കെയുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പോൾ ഓക്കെ, എത്ര പാട്ടൊക്കെ എടുക്കാം? ഇനിയൊരു ചെയിൻ വേണം. ഓക്കെ, ചെയിൻ സോങ് വേണം. നമുക്ക് അത് വൈൻഡപ്പ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേറെ വേണം? ഓക്കെ, അപ്പോൾ നമുക്ക് ചെയിൻ സോങ് പാടിയിട്ട് നമുക്ക് നമ്മുടെ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിനു മുന്നേ ഞങ്ങൾ നാടകത്തിൽ പറയുന്ന പോലെ, സ്ഥിരം പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും നന്ദിയും ഇതൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മുടെ ഈ പരിപാടിയുടെ ഇതിൽ നാടകക്കൂട്ടത്തിൻ്റെ അഡ്മിൻസിന് ഞാൻ പറഞ്ഞു, അതേപോലെ നാടകക്കൂട്ടത്തിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദ്യമായ നന്ദി പറയുന്നു. അതേപോലെ റിഫമോളുടെ ഉപ്പൻ്റെ പേരെന്താണ്? സക്കീറിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. സക്കീർ ഖാനെയാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത്. അപ്പം സക്കീർ ഖാൻ പ്രത്യേകം നന്ദി. പിന്നെ നാടകക്കൂട്ടത്തിൻ്റെ പേരിൽ പറയുകയാണ്. പിന്നെ അതുപോലെ നമുക്ക് സൗണ്ടും മറ്റ് ശബ്ദ സജ്ജീകരണമൊക്കെ സ്ഥിരമായിട്ട് ചെയ്തു തരുന്ന നാണിയാണ്, മജൂബ് നാണിയെ പറയാതെ പരാമർശിക്കാതെ പോകാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് നാണിയെ പറയുന്നു. നാണിക്ക് പ്രത്യേക നന്ദി പറയുന്നു. നാടകക്കൂട്ടം നാണിയോട് കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ ഇന്നത്തെ പരിപാടിയിലും ഇതിൻ്റെ ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് നാണി തന്നെയാണ്. പക്ഷെ ഇന്ന് നാണിയുടെ സാമീപ്യം നമ്മുടെ കൂടെ ഇല്ല. നാണി നമ്മുടെ കൂടെ ഇല്ല പരിപാടി ചെയ്യുമ്പോൾ. നാണിക്ക് പുറത്തൊന്നും വരാൻ പറ്റില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അത് അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. നാടകക്കൂട്ടത്തിൻ്റെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന, മെസ്സേജ് അയച്ചിട്ടുള്ള, സപ്പോർട്ട് ചെയ്തിട്ടുള്ള, റിഫമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നാടകക്കൂട്ടത്തിൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതോടുകൂടി നമ്മൾ അടുത്ത ലാസ്റ്റ് സോങ്ങിലേക്ക് പോവുകയാണ്. ഒരു ചെയിൻ സോങ് ആണ് റിഫക്കുട്ടി പാടുന്നതെന്ന് പറഞ്ഞ് മക്കത്ത് പുത്തരൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. ഷമീർ ബാബു മക്കത്ത് പുത്തരു എന്ന് പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് പാടിയിട്ടുണ്ട്. മോളെ എത്തിമിന്നത്താണ് രണ്ടിലെ അത് നമ്മൾ പാടിയില്ലേ? ഓക്കെ, ഷിജു പാടിയിട്ടുണ്ട് കേട്ടോ. റിഫയുടെ ഫേവറേറ്റ് ഏതെങ്കിലും ഒന്ന്? റിഫയുടെ എല്ലാം ഫേവറേറ്റാണ്, കാരണം എല്ലാവരും ഇപ്പോൾ ബൈഹാർട്ടാണ്. ഒറ്റൊന്നും നോക്കി പാടുന്നില്ല, അത് പ്രത്യേകതയാണ് റിഫയുടെ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ചെയിൻ സോങ് റിഫ് പാടും. കിടുവായി പാടി മോളെ, താങ്ക് യു. ജൂനിയർ ചിത്ര, നാസർ PK, താങ്ക് യു നാസർ. ഹാരിസ് PKM സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അസൈനാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1 മണിക്കൂറിന് മുകളിലായില്ലേ? ഓക്കെ റഷീദ്, അവതാരകൻ പാടിയാൽ എന്താ കുഴപ്പമെന്ന് നല്ല പണിയാണ്. ഓക്കെ, പിന്നീടാവാം എന്ന് പറഞ്ഞു ഷമീർ ബാബു. ഓക്കെ, നമുക്ക് പിന്നീട് നാടകക്കൂട്ടത്തിൻ്റെ പ്രവർത്തനത്തിന് ആശംസകൾ. ഓക്കെ,
താങ്ക് യു. അപ്പോൾ മെസ്സേജുകൾ അയച്ച കുറേ മെസ്സേജുകളൊന്നും വായിക്കാതെ പോയിട്ടുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. കാരണം ഇന്ന് റിഫോമുകളുടെ കുറേ പാട്ടുകളാണ് നമ്മൾ അതിലേക്കാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മെസ്സേജുകൾ വായിക്കാനോ അതിൻ്റെ നാടകക്കൂട്ടത്തിൻ്റെ വിശേഷങ്ങൾ പറയാനോ ഒന്നും നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ പാട്ടുകൾ റിഫോമോട് പാടി. അപ്പോൾ അതുപോലെ ലാസ്റ്റ് പാട്ട് എല്ലാവരും ആസ്വദിക്കുക. നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ റിഫോമുകളുടെ അവസാനത്തെ പാട്ടിലേക്ക് പോകാം. ചൂടിക്കാൻ
കഴിഞ്ഞു. ഓക്കെ, റിക്കുട്ടി നന്നായിട്ട് പാട്ട് നമ്മളെ പരിപാടി വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. വേറെ കുറേ പാട്ടുകളൊക്കെ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ക്ഷമിക്കുക, നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചു. റിക്കുട്ടിനെ കൊണ്ട് നമ്മൾ ഒരുപാട് പാട്ട് പാടിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഒരു നല്ല പാട്ടുകാരിയാവട്ടെ ഷാഫി സാബ്. തീർച്ചയായിട്ടും നാടകക്കൂട്ടത്തിൻ്റെയും ആഗ്രഹവും അതാണ്. തീർച്ചയായും അവസരം കൊടുക്കും. നമ്മുടെ നാട്ടിലെല്ലാ കലാകാരന്മാരെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ ഋഷി. ഓക്കെ ഋഷി, പിന്നെ പൊളിച്ചു. അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ മെസ്സേജ് വായിക്കാൻ ഇനി ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പറയുകയാണ്, നാടകക്കൂട്ടത്തിന്റെ ഒരു നല്ലൊരു കലാകാരി, നല്ലൊരു പാട്ടുകാരി, ഒരു പൊന്നുമോൾ ഇവിടെയുണ്ട്, നന്നായിട്ട് പാടുന്ന. പട്ടുറുമാലിന്റെ 3rd പ്രൈസ് കിട്ടിയത് വെറുതെ അല്ല, അതുപോലെ തന്നെ അതിലും നന്നായിട്ട് പാടുന്ന ഒരു മോള് ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നാടകക്കൂട്ടത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഭാവി ജീവിതത്തിൽ ഒരു നല്ല പാട്ടുകാരിയായിട്ട്, നല്ല ഒരു ഗായികയായിട്ട് റിഫമോൾ അറിയപ്പെടട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നാടകക്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, നമുക്ക് ഈ പരിപാടി നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം റിഫമോളെ. ഓക്കെ, അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും, കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമ്മൾ അടുത്തൊരു അതിഥിയുമായിട്ട്, അടുത്തൊരു പാട്ടുകാരനുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.